കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അന്തിവയിൽ താഴ്ന്നു തുടങ്ങിയ നേരത്താണ് പാലാട്ടുകോലത്ത് ആ കറുത്ത ജീപ്പ് ആ പഴയ ഇടവഴിയിലൂടെ പൊടിപ്പറത്തി കടന്നു പോയത്. ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വഴിയരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പേടിച്ചോടി. പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന കൃഷിക്കാർ നടുനിവർത്തി നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. അത് ദേവൻ തമ്പുരാനാണ്. പണത്തിൻ്റെയും തറവാടിത്തത്തിൻ്റെയും ഹുങ്കിൽ ഗ്രാമത്തെ വിറപ്പിച്ച് നടക്കുന്ന തെമ്മാടി തമ്പുരാൻ. ദേവൻ്റെ ലക്ഷ്യം രാഘവൻ നായരുടെ കൊച്ചു വീടായിരുന്നു. അവിടെ ഉമ്മറത്ത് ദൂരേക്ക് നോക്കി ശൂന്യമായി ഇരിക്കുകയായിരുന്നു രാഘവൻ നായർ. കഴിഞ്ഞ കൃഷി പാടെ നശിച്ചു. വാങ്ങിയ കടത്തിന് പലിശ പെരുകി. മകളുടെ വിവാഹത്തിനായി കരുതിയ സ്വർണം പോലും പണയത്തിലാണ്. ജീവിതം ഒരു വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മുറ്റത്ത് വണ്ടി വന്നു നിന്നത്. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ദേവൻ തൻ്റെ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി. പൗരുഷം തുളുമ്പുന്ന ആ മുഖത്ത് ഗൗരവം തളം കെട്ടി നിന്നു. എന്താ രാഘവൻ നായരെ നിശബ്ദനായിരിക്കുന്നത്? പണം തിരികെ തരാനുള്ള അവധി കഴിഞ്ഞിട്ട് ആഴ്ച 3 എൻ്റെ പണം വെറുതെ വരാൻ ഞാൻ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ദേവൻ്റെ വാക്കുകൾ ഓരോന്നും രാഘവൻ നായരുടെ നെഞ്ചിൽ തറച്ചു. തമ്പുരാനെ, ഈ വട്ടം കൃഷി മൊത്തവും ചതിച്ചു. കുറച്ച് സമയം കൂടി തരണം, എങ്ങനെയെങ്കിലും ഞാൻ. രാഘവൻ നായരുടെ വാക്കുകൾ ഇടറി. സമയത്തിനിവിടെ ഒരു വിലയുമില്ലേ നായരെ? പറ്റില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും, ദേവൻ കടുപ്പിച്ചു പറഞ്ഞു. ആ സംസാരം കേട്ടാണ് വീടിനുള്ളിൽ നിന്നും മാളവിക പുറത്തേക്ക് വന്നത്. ചന്ദനക്കുറി തൊട്ട കാർക്കുന്നൽ അഴിച്ചിട്ട സുന്ദരി. ഒരു പാവം കൃഷിക്കാരൻ്റെ മകളാണെങ്കിലും അവളുടെ കണ്ണുകളിൽ ആരെയും കൂസാത്ത ഒരു തിളക്കമുണ്ടായിരുന്നു. ദേവൻ അവളെ ആദ്യമായാണ് ഇത്ര അടുത്ത് കാണുന്നത്. അവളുടെ ആ ദേഷ്യം നിറഞ്ഞ നോട്ടം അയാളെ ഒരു നിമിഷം തറപ്പിച്ച് നിർത്തി. നിർത്തൂ തമ്പുരാനെ! മാളവികയുടെ ശബ്ദം മുറ്റത്തു മുഴങ്ങി. പണം തരാൻ വൈകുന്നത് മോഷ്ടിക്കാൻ ഉദ്ദേശമുള്ളത് കൊണ്ടല്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. പണമുള്ളവർക്ക് ദരിദ്രൻ്റെ വിഷമം മനസ്സിലാകില്ലായിരിക്കും, പക്ഷെ മനുഷ്യത്വം എന്നത് പണം കൊണ്ട് വാങ്ങാൻ കിട്ടില്ല. അവളുടെ വാക്കുകൾ കേട്ട് കൂടെയുള്ളവർ ഞെട്ടി. ദേവനെ ഇങ്ങനെ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുന്നത് ഇത് ആദ്യമാണ്. ദേവൻ കുറച്ചുനേരം മാളവികയെ തന്നെ നോക്കി നിന്നു. ആ വാശിയും സൗന്ദര്യവും അയാളുടെ ഉള്ളിൽ എന്തോ ഒന്നുണർത്തി. അയാൾ പതുക്കെ ഒന്ന് ചിരിച്ചു. മിടുക്കി, പണത്തിന് പകരം നീ എനിക്ക് തരുന്ന മറുപടി ഇതാണല്ലേ? ദേവൻ രാഘവൻ നായരുടെ അടുത്തേക്ക് തിരിഞ്ഞു. നായരെ, എനിക്ക് പണം വേണ്ട. പകരം നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരിക. പാലാട്ടുകോലത്തെ അധികാരമുള്ള തമ്പുരാട്ടിയായി അവൾ വരും. സമ്മതമാണെങ്കിൽ നിന്റെ എല്ലാ കിടങ്ങളും ഇപ്പോൾ ഞാൻ ഈ മണ്ണിൽ എഴുതി തള്ളാം. രാഘവൻ നായർ ഞെട്ടിപ്പോയി. മാളവികയുടെ മുഖം വിളറി വെളുത്തു. ഒരു വശത്ത് അച്ഛൻ്റെ കണ്ണീരും ജപ്തിയുടെ ഭീഷണിയും, മറുവശത്ത് താൻ വെറുക്കുന്ന ആ മനുഷ്യൻ. ഒടുവിൽ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾ ആ ചതിക്കുഴിയിലേക്ക് സ്വയം നടന്നിറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ ഉള്ളിൽ ഉറപ്പിച്ചു, ശരീരം നൽകിയാലും അവളുടെ മനസ്സ് ഒരിക്കലും ആ തെമ്മാടിക്ക് കീഴ്പ്പെടില്ല. പാലാട്ടുകോലത്തെ വലിയ പടിപ്പുര കടന്ന് മാളവിക അകത്തേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ 1000 കനലുകൾ എരിയുകയായിരുന്നു. ആ വലിയ തറവാട് അതിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നുണ്ടെങ്കിലും മാളവികയ്ക്ക് അതൊരു ആഡംബര തറവാടായിരുന്നു. തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളും തേക്കതടെ തീർത്ത വിശാലമായ വാതിലുകളും അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. വിവാഹശേഷം ദേവൻ്റെ വലിയ മുറിയിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. ചന്ദനത്തെരിയുടെയും പനിനീരിൻ്റെയും ഗന്ധം ആ മുറിയിൽ പടർന്നു നിൽക്കുന്നു. കട്ടിലിൽ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ജനലഴികളിലൂടെ ദൂരെയുള്ള തൻ്റെ പാവപ്പെട്ട വീടിനെ തിരയുകയായിരുന്നു. അല്പം കഴിഞ്ഞ് ദേവൻ മുറിയിലേക്ക് കടന്നു വന്നു. പുറമേ കാണുന്ന ആ പരുക്കൻ ഭാവം മാറ്റിവെക്കാതെ തന്നെ അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. ഇത് പാലാട്ടുകോലവുമാണ് മാളവിക. ഇവിടെ ആരും ആരെയും എതിർക്കാറില്ല, ചോദ്യം ചെയ്യാറില്ല. നീ ഈ വീടിൻ്റെ ഐശ്വര്യമാകണം, ദേവൻ ശാന്തമായി പറഞ്ഞു. മാളവിക പെട്ടെന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണിൽ ദേഷ്യം അഗ്നിയായി പടർന്നു. അധികാരം കാണിച്ചൊരാളെ സ്വന്തമാക്കാം എന്ന് കരുതുന്നത് നിങ്ങളുടെ വിഡ്ഢിത്തമാണ് തമ്പുരാനെ. എൻ്റെ അച്ഛൻ്റെ ഗതികേട് മുതലെടുത്ത് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ മനസ്സ് അത് എപ്പോഴും നിങ്ങളെ വെറുത്തുകൊണ്ടേയിരിക്കും. ഈ പട്ടും വളയും ഒന്നും എന്നെ സന്തോഷിപ്പിക്കില്ല. ദേവൻ ഒന്ന് പരിഹസിച്ചു ചിരിച്ചു. വെറുപ്പ് പ്രണയത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന് കേട്ടിട്ടില്ലേ?
നീ എന്നെ എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ഞാൻ നിന്നെ കീഴടക്കും. നിനക്കാവശ്യമുള്ളതെല്ലാം ഈ വീട്ടിലുണ്ടാകും. പക്ഷേ പുറത്തേക്കുള്ള വാതിൽ എൻ്റെ സമ്മതമില്ലാതെ തുറക്കില്ല. ആ വാക്കുകൾ മാളവികയെ തളർത്തി. അടുത്ത ദിവസങ്ങളിൽ കോലത്തെ ജീവിതം മാളവികയ്ക്ക് പരീക്ഷണങ്ങളുടേതായിരുന്നു. ദേവൻ നാട്ടിലെ കാര്യങ്ങളിൽ പഴയതുപോലെ തന്നെ തെമ്മാടിത്തം തുടരുന്നതായി അവൾക്ക് തോന്നി. ആരെങ്കിലും അവനോട് എതിർത്ത് സംസാരിച്ചാൽ അയാൾ ക്രൂരനായി മാറും. ഇത് കാണുമ്പോഴെല്ലാം മാളവിക അയാൾക്കെതിരെ ശബ്ദമുയർത്തി. ഒരിക്കൽ പാടത്തെ പണിക്കാർക്ക് കൂലി നൽകുന്ന കാര്യത്തിൽ ദേവൻ കടുംപിടുത്തം പിടിച്ചപ്പോൾ മാളവിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവനെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ പെട്ടിയിൽ കുന്നുകൂടുന്ന ഈ പണം പാവങ്ങളുടെ വിയർപ്പാണ്. അത് കൊടുക്കാതിരിക്കുന്നത് പാപമാണ്. സേവകർ ഭയത്തോടെ നോക്കി നിന്നു. ദേവൻ ആരെയും കൊല്ലാൻ തുനിയുന്ന ദേഷ്യത്തിലായിരുന്നു. അവൻ മാളവികയുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവളുടെ മുറിയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്ക് ആരധികാരം തന്നു? അവൻ ആക്രോശിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അവൾ ഒട്ടും ഭയമില്ലാതെ മറുപടി നൽകി. അവളുടെ ആ തൻ്റെടത്തിന് മുന്നിൽ ദേവൻ ഒരു നിമിഷം നിശബ്ദനായി. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ആ നോട്ടത്തിൽ എവിടെയോ ഒരു ആരാധന ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും തോറും അവൾ കൂടുതൽ കരുത്തിയാകുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. ആ രാത്രിയിൽ ദേവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷെ മാളവിക അറിയാതെ തന്നെ പിറ്റേന്ന് രാവിലെ പണിക്കാർക്ക് അയാൾ ഇരട്ടി കൂലി നൽകി. മാളവികയുടെ വാശിക്ക് മുന്നിൽ തൻ്റെ കടുപ്പം കുറയുന്നത് ദേവൻ പോലും തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. ഇടവപ്പാതി പെയ്തു തുടങ്ങിയ ഒരു രാത്രിയായിരുന്നു അത്. ആകാശം കറുത്തിരുണ്ട് കോലത്തെ വലിയ മാളികയ്ക്ക് മുകളിൽ ഇടിമുഴക്കം പ്രതിധ്വനിച്ചു. മുറിയിലെ തണുപ്പും ഏകാന്തതയും മാളവികയെ വല്ലാതെ തളർത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവനോടുള്ള വാശിയും വഴക്കും കാരണം അവൾ ശരിയായി ഭക്ഷണം കഴിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. അർദ്ധരാത്രി ആയപ്പോഴേക്കും അവൾക്ക് കടുത്ത പനി ബാധിച്ചു. ശരീരം തീ പോലെ പൊള്ളി. തണുപ്പുകൊണ്ട് വിറച്ച അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അച്ഛാ എന്നറിയാതെ വിളിച്ചുപോയി. ആ നിമിഷം മുറിയിലേക്ക് കടന്നു വന്ന ദേവൻ കണ്ടത് അബോധാവസ്ഥയിലെന്ന പോലെ കിടന്നു വിറയ്ക്കുന്ന മാളവികയാണ്. അയാൾ പരിഭ്രമിച്ചു പോയി. മാളവിക, എന്താണിത്? അയാൾ അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. അമിതമായ ചൂട് കണ്ട് അയാൾ വേഗം വേലക്കാരെ വിളിക്കാൻ പോയി. പക്ഷെ പെട്ടെന്ന് അയാൾ നിൽപ്പിച്ചു. അവളുടെ ഈ അവസ്ഥയിൽ മറ്റാരേക്കാളും താൻ അരികിലുണ്ടാവണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അയാൾ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളവും തുണിയും എടുത്ത് അവളുടെ അരികിലിരുന്നു. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് അയാൾ അവളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ചു കൊടുത്തു. പനിയുടെ ആ വേഗത്തിൽ അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ അയാൾ സ്വന്തം കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. എപ്പോഴും പരുക്കനായി പെരുമാറുന്ന ആ കൈകൾക്ക് അപ്പോൾ ഒരു പിതാവിൻ്റെ വാത്സല്യവും ഒരു കാമുകൻ്റെ കരുതലും ഉണ്ടായിരുന്നു. പുലർച്ചെ പനി അല്പം കുറഞ്ഞപ്പോൾ മാളവിക പതുക്കെ കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടത് തളർന്നു കസേരയിൽ ഉറങ്ങിപ്പോയ ദേവനെയാണ്. അയാളുടെ ഷർട്ടിൻ്റെ കൈകൾ മടക്കി വെച്ചിരിക്കുന്നു. മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. തൻ്റെ കൈകൾ അയാൾ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മാളവികയുടെ ഉള്ളിൽ ആദ്യമായി ഒരു തിരിച്ചറിവുണ്ടായി. താൻ ഇത്രയും കാലം കണ്ട തെമ്മാടിയായ തമ്പുരാനല്ല ഈ മനുഷ്യൻ. നേരം വെളുത്തപ്പോൾ കോലോത്തെത്തിയ രാഘവൻ നായരെ കണ്ടാണ് മാളവിക ഉണർന്നത്. മോളെ, നിനക്ക് സുഖമില്ലെന്നറിഞ്ഞു. അവൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടി അയച്ചു. അവൻ ഒത്തിരി മാറിപ്പോയി മോളെ. നമ്മുടെ പഴയ വീട് പണിയാൻ പണം നൽകിയതും നിന്റെ ആങ്ങളയുടെ പഠനത്തിന് സഹായിക്കുന്നതുമെല്ലാം ദേവൻമോനാണ്. അവൻ ആരോടും ഇത് പറയരുതെന്ന് എന്നെ ചട്ടം കെട്ടിയിരിക്കുകയായിരുന്നു. രാഘവൻ നായർ കണ്ണീരോടെ പറഞ്ഞു. മാളവിക സ്തംഭിച്ചുപോയി. താൻ ആരെയാണോ ക്രൂരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് അയാൾ തൻ്റെ കുടുംബത്തിന് തണലായി നിൽക്കുകയായിരുന്നു. തന്നോടുള്ള പ്രണയം കൊണ്ടാണ് അയാൾ ഇതൊന്നും പുറത്തു പറയാതിരുന്നത്. അല്പം കഴിഞ്ഞ് കഷായവുമായി മുറിയിലേക്ക് വന്ന ദേവനെ മാളവിക ദീർഘനേരം നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ പഴയ അഹങ്കാരമില്ലായിരുന്നു. പകരം മാളവിക സുഖം പ്രാപിച്ചു എന്നറിയാനുള്ള പരിഭ്രമമായിരുന്നു. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? അവൾ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ദേവൻ ഒന്നും മടിച്ചു നിന്നു. പിന്നെ ഗൗരവത്തിൽ പറഞ്ഞു. എൻ്റെ തമ്പുരാട്ടിക്ക് പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരി അവളുടെ ഉള്ളിൻ്റെ
ദേവൻ ഒന്ന് മടിച്ചു നിന്നു. പിന്നെ ഗൗരവത്തിൽ പറഞ്ഞു, എൻ്റെ തമ്പുരാട്ടിക്ക് സുഖമില്ലാതായാൽ ഈ കോലത്തിന് എന്തു പ്രസക്തി? നീ വേഗം എഴുന്നേക്കാൻ നോക്ക്. അയാൾ പുറത്തേക്ക് നടന്നു. പക്ഷെ മാളവിക കണ്ടു വാതിൽക്കൽ വെച്ച് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുന്നത്. ആ പുഞ്ചിരി അവളുടെ ഉള്ളിലെ വെറുപ്പിൻ്റെ മഞ്ഞു പാളികളെ അലിയിച്ചു കളഞ്ഞു. കോലത്തെ അന്തരീക്ഷം പതിയെ മാറിത്തുടങ്ങി. തർക്കങ്ങളും ബഹളങ്ങളും ഒഴിവായി. പകരം ഒരു മധുരമായ മൗനം അവിടെ നിറഞ്ഞു. മാളവിക ഇപ്പോൾ പഴയതുപോലെ മുറിക്കുള്ളിൽ അടിച്ചിരിക്കാറില്ല. അവൾ കോലത്തെ കാര്യങ്ങളിൽ സജീവമായി. ദേവൻ പതിയെ തൻ്റെ പരുക്കൻ സ്വഭാവം ഉപേക്ഷിച്ചു. നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു. ആ പഴയ തെമ്മാടി തമ്പുരാൻ ഇന്ന് എല്ലാവരോടും പുഞ്ചിരിയോടെ സംസാരിക്കുന്നു. ഒരു വൈകുന്നേരം നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു. ആ പഴയ തെമ്മാടി തമ്പുരാൻ ഇന്ന് എല്ലാവരോടും പുഞ്ചിരിയോടെ സംസാരിക്കുന്നു. ഒരു വൈകുന്നേരം മഴ പെയ്തു തോർന്ന നേരം കോലത്ത് ഉമ്മറത്ത് ചാരുപടിയിൽ ഇരുന്ന മാളവിക ആകാശത്തെ ചുവപ്പ് പടരുന്ന അസ്തമയം നോക്കി നിൽക്കുകയായിരുന്നു. ദേവൻ പുറത്തുപോയി തിരിച്ചെത്തിയതേയുള്ളൂ. അയാൾ അവളുടെ അരികിലേക്ക് വന്നു. മാളവിക, നീ ഇന്നും എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. നിന്റെ മനസ്സിലെ വെറുപ്പ് ഇനിയും മാറിയില്ലേ? ദേവന്റെ ശബ്ദത്തിൽ പഴയ ഗർവില്ലായിരുന്നു, മറിച്ച് നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു. മാളവിക പതുക്കെ എഴുന്നേറ്റു. അയാളുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ വെറുപ്പ് പണ്ടേ പെയ്തു തീർന്ന മഴ പോലെ മാഞ്ഞുപോയി തമ്പുരാനെ. പക്ഷെ എനിക്ക് ഒരു സങ്കടമുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ തോൽപ്പിച്ചത്? നിങ്ങളുടെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ? നിങ്ങൾ ദേവൻ അല്ല. ദേവൻ അല്പം അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾ തുടർന്നു, നിങ്ങളൊരു തെമ്മാടിയാണെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ലോകത്തിന് മുന്നിൽ മാത്രം ആ മുഖംമൂടി അണിയുന്ന ഒരു പാവ മനുഷ്യനാണ് നിങ്ങളെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. ദേവൻ അവളുടെ കൈകൾ മെല്ലെ ചേർത്ത് പിടിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ കാണിച്ച ആ വാശിയുണ്ടല്ലോ, അത് നിന്നെ സ്വന്തമാക്കാൻ മാത്രമായിരുന്നില്ല. നിന്റെ അച്ഛനും കുടുംബവും കടം കയറി തകരുമ്പോൾ അത് തടയാൻ എനിക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. നിന്നെ സ്നേഹിക്കുന്നു എന്ന് അന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ആ ചീത്തപ്പേര് ഏറ്റെടുത്തത്. മാളവികയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷശ്രുക്കൾ അടർന്നു വീണു. അവൾ ആദ്യമായി ആ നെഞ്ചിലേക്ക് ചായുമ്പോഴേക്കും നിലാവുദിച്ചു തുടങ്ങിയിരുന്നു. ആ വലിയ തറവാടിൻ്റെ ഇടനാഴികളിൽ ഇനി വഴക്കുകളില്ല, പ്രണയം മാത്രം. എന്നെ ഇനി തമ്പുരാട്ടി എന്ന് വിളിക്കരുത്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ വിളിക്കേണ്ടത്? ദേവൻ അവളുടെ മുഖം ഉയർത്തി ചോദിച്ചു. നിങ്ങളുടെ മാളവിക എന്ന് അവൾ മറുപടി നൽകി. പാലാട്ട് കോലത്ത് ആ രാത്രിയിൽ ആകാശത്തെ ചന്ദ്രനും താഴെ പൂത്തു നിൽക്കുന്ന മുല്ലപ്പൂക്കളും ആ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചു. കടം വാങ്ങി തുടങ്ങിയ ഒരു ബന്ധം കടമകളേക്കാൾ വലിയ പ്രണയമായി മാറി. വെറുപ്പിൽ തുടങ്ങിയ കഥ പ്രണയത്തിൻ്റെ നിത്യഹരിത വസന്തമായി അവസാനിച്ചു.